ഹായ് ഗായ്സ്, സിൽസില സീരിയലിന്റെ പുതിയ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വിടണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് നന്ദിനിയുടെ വീട്ടിൽ അവരുടെ ഹസ്ബൻഡ് ആ രാജദീപം ഒന്ന് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ട അവൾക്ക് ഭയങ്കര ഷോക്ക്. അങ്ങനെ അവളുടെ ബോഡിയൊക്കെ തണുത്ത് മരവിക്കുന്നു. ഇതെന്താ, എന്നെ കണ്ടപ്പോൾ നിനക്ക് ഭയങ്കര സന്തോഷമായോ? അങ്ങനെ അവളുടെ അടുത്ത് ചേർന്ന് വരുന്നു. ഇവൾക്ക് നല്ല പേടിയായിട്ടിരിക്കുന്നു. ഉടനെ തന്നെ അവന് വെളിയിൽ തള്ളിവിട്ട് കഥ കടയ്ക്കുന്നു. ഉടനെ അവൻ വെളിയിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു. എടി, എന്താടി നിനക്ക്? മര്യാദയ്ക്ക് കഥവ് തുറക്ക്, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ കിടന്ന് അലറിയിട്ടിരിക്കുന്നു. നന്ദിനിക്ക് നന്നായിട്ട് കരച്ചിൽ വരുന്നു. വായ കൈ പൊത്തിപ്പിടിച്ച് ഏങ്ങി കരയുവാണ്. ഇപ്പം നീ എസ്കേപ്പ് ആയിരിക്കും നന്ദിനി, പക്ഷെ നീ താമസിക്കുന്നിടം ഞാൻ കണ്ടുപിടിച്ചില്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കെട്ടിയോ നിന്നെ വന്ന് കാണും കേട്ടോ മോളെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഗത്തായിട്ട് അവൻ പോകുന്നു. ഇവൾക്കാണെങ്കിൽ നല്ല സങ്കടമാവുന്നു. അയ്യോ, ഇവൻ വീണ്ടും എൻ്റെ ലൈഫിൽ വന്നു, ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് കരയുന്നു. ഇവിടെ ഊണാളിനെയാണ് കാണിക്കുന്നത്. അവൻ ഉറങ്ങാൻ വേണ്ടി റൂമിലോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ഫുള്ള് നല്ല രീതിക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാരാ ചെയ്തേ? നമ്മുടെ മൗലി തന്നെ. നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അവൻ്റെ അടുത്ത് വന്ന് ക്ലോസായി അവന് ഹഗ് ചെയ്യുന്നു. നല്ല റൊമാൻറ്റിക്കാ നിന്ന് ഹഗ്ഗൊക്കെ ചെയ്തിട്ട് അവൻ്റെ അടുത്ത് ചേർന്ന് വരുന്നു. ഒന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ റൊമാൻറ്റിക്കായിട്ട് പെരുമാറുന്നത്. ഒരു പെണ്ണെ തൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് വരുമ്പോൾ അവനാണേലോ കുറച്ചുപോലും സ്നേഹമില്ലാതെ അവരുടെ കൂടെ ഇരിക്കും. അപ്പോഴും അവൻ്റെ അടുത്ത് നന്ദിനി നിൽക്കുന്നത് പോലെയാണ് അവന് തോന്നുന്നത്. ഒടുവിൽ അവനെ എന്തോ പോലെ ആവുന്നു. അവൻ കൺഫ്യൂഷൻ ആവുന്നു. ഇപ്പോൾ നമ്മൾ മൗലിയുടെ കൂടെയാണോ അതോ നന്ദിനിയുടെ കൂടെയാണോ? ഉടനെ അവൻ മൗലിയെ പിടിച്ച് തള്ളിവിടുന്നു. അവൾ ബെഡിൽ ചെന്ന് വീഴുന്നു. അവൾക്കാണെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവനെന്താ എങ്ങനെ റിയാക്ട് ചെയ്യുന്നേ എന്ന് വിചാരിച്ച് ആ ഷോക്കിലെ അവനെ നോക്കിയിട്ട് നിൽക്കുന്നു. ഇവനുടനെ പിന്നോട്ട് തിരിഞ്ഞ്, എനിക്കെന്താ സംഭവിക്കുന്നേ? നന്ദിനിയെ മാത്രം എന്താ എപ്പോഴും എൻ്റെ കണ്ണിൽ കാണുന്നേ എന്നാലോചിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കട്ടിലിൽ മൗലി ഇരിക്കുന്നു. അയ്യോ, ഞാൻ നന്ദിനി എന്ന് വിചാരിച്ച് മൗലിയാണോ തട്ടിവിട്ടെ എന്ന് വിചാരിച്ച് മൗലിയുടെ അടുത്ത് വന്ന് സോറി ചോദിക്കുന്നു. ഐ റിയലി സോറി മൗലി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല മൗലി, ഞാൻ എന്തോ ടെൻഷനിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്തേ, സോറി. മൗലിക്ക് എന്ത് പറയണമെന്നറിയില്ല. എന്താ ഗുണാൽ, എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് അവൾ സംസാരിക്കുമ്പോൾ, എടി ഞാൻ നിന്നോടിപ്പോൾ ഒന്നായിട്ടിരിക്കാൻ വിചാരിക്കുന്നില്ല, എനിക്കതിനിപ്പോൾ ഒരു മൂടുമില്ല, മനസ്സിലായോ? ഇപ്പം എന്നെ നീ ഒറ്റയ്ക്കിരിക്കാൻ വിട് പ്ലീസ് എന്നും പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ട് അവൻ പോകുന്നു. അവൾക്കാണെ ഭയങ്കര സങ്കടം വരുന്നു. ഫേസൊക്കെ അങ്ങനെ ഒരുമാതിരിയാവുന്നു. അവൾ നിലത്തിരുന്ന് പൊട്ടി കരയുവാണ്. മൗലി എന്ത് പാവമല്ലേ. ഇവിടെ വെളിയിൽ വന്ന ഗുണാൽ തന്നെയാണ് കാണിക്കുന്നത്. ഇതിനെന്തേലും തീരുമാനം ഉണ്ടാക്കണം. ഞാനെന്താ എപ്പോഴും നന്ദിനി ആലോചിച്ചിട്ടിരിക്കുന്നത്? ഇപ്പോൾ മൗലിയുടെ ഞാൻ നന്നായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇതൊന്നും ഒട്ടും ശരിയല്ല, ഞാൻ ചെയ്തത് വളരെ വളരെ തെറ്റാണ് എന്നൊക്കെ അവൻ തിങ്ക് ചെയ്തിട്ടിരിക്കുന്നു. അവിടെ നന്ദിനിയും ഗുണാലിനെ പറ്റി ചിന്തിച്ച് ഫീലാവുന്നു. നെക്സ്റ്റ് മോർണിംഗ് ബെഡ് കോഫി എടുത്ത് മൗലി വരുമ്പോൾ ഗുണാലിനെ അവളെ കണ്ടപ്പോൾ തന്നെ ഗിൽറ്റി ആവുന്നു. സോറി മൗലി, നീ ഒന്നും വിചാരിക്കരുത്, ഇന്നലെ നൈറ്റ് ഞാനൊക്കെ അങ്ങനെയൊക്കെ പെരുമാറിയത് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്, ഞാൻ മനഃപൂർവ്വം അല്ല കേട്ടോ, സോറി. ഇതൊക്കെ കേൾക്കുമ്പോൾ മൗലിയെ സമാധാനപ്പെടുന്നു. അവൻ എന്തൊക്കെ പറഞ്ഞാലും മൗലി വിശ്വസിക്കുന്നു അല്ലേ, അത്രയ്ക്കും അവളവനെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അവന് മാത്രം ഇത് മനസ്സിലാകുന്നില്ല. അവൻ ആ നന്ദിനിയുടെ പുറകെ പോയിട്ടിരിക്കുന്നു. കുഴപ്പമില്ല ഗുണ, എനിക്ക് മനസ്സിലാവും നീ എന്തോ ടെൻഷനിലിരുന്നു, നിൻ്റെ മനസ്സ് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിനക്കെന്താണ് പ്രോബ്ലം എന്ന് എന്നോട് പറയുന്നില്ലല്ലോ. എന്താ കാര്യം? അത് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വലുതായിട്ട് എടുത്തിട്ടില്ല, എനിക്കതിന് ഒരു കുഴപ്പമില്ല, നീ വിട് ആ കാര്യം എന്നൊക്കെ നല്ല കെയറിങ് ആയിട്ട് പറയുന്നു. നല്ല വൈഫ് അവൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചിട്ടിരിക്കുന്നു. ഇവൾ എന്തൊക്കെ മനസ്സിൽ ഹർട്ടായാലും ഗുണാലിനോട് മാത്രം തന്നെ അത് കാണിക്കാതിരിക്കുന്നത്. അവനോട് ഹാപ്പി ആയിട്ടിരിക്കുന്നു, അതുപോലെയാണ് കാണിക്കുന്നത്.
നമുക്കിപ്പോൾ മനസ്സിൽ എന്ത് കഷ്ടമുണ്ടെങ്കിലും അത് നമുക്ക് ഏറ്റവും ട്രസ്റ്റബിളായ നമുക്ക് ഇഷ്ടപ്പെട്ട പേഴ്സൻ്റെ അടുത്തല്ലേ നമ്മളത് പോയി പറയുള്ളൂ. അതുപോലെ മൗലിയും ഇവിടെ നന്ദിനിയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. അവളുടെ അടുത്ത് ചെന്നിട്ട് നല്ല സങ്കടപ്പെട്ട് പറയുകയാണ്, എന്താണെന്ന് അറിയില്ല നന്ദിനി, ഇപ്പോൾ ഗുണാൽ പഴയ പോലെ അല്ല, എന്നോടൊന്നും ചേർന്ന് സംസാരിക്കാൻ കൂടെ വരാറില്ല. മുന്നെയൊക്കെ അവനെ വന്ന് കുറേ സർപ്രൈസൊക്കെ തരും, കുറേ റൊമാൻസ് ചെയ്യും, എൻ്റെ കൂടെ റൊമാൻറ്റിക് ആവാൻ അവൻ കിട്ടുന്ന അവസരമൊക്കെ നോക്കും. എന്നോട് എന്ത് സ്നേഹമായിരുന്നുവെന്ന് അറിയോ നിനക്ക്? എന്നെ വിട്ട് പിരിഞ്ഞിരിക്കാൻ കൂടെ അവന് കഴിയില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാനായിട്ട് അവൻ്റെ അടുത്ത് ഒന്നായിട്ടിരിക്കാൻ പോയാലും അവൻ എൻ്റെ അടുത്ത് കൂടെ വരുന്നില്ല. അവൻ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവൻ എന്താ പറ്റിയതെന്ന് മാത്രം എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ നിന്ന് എല്ലാ സന്തോഷവും എവിടെയൊക്കെയോ പോകാൻ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്നും നന്ദിനി എന്നൊക്കെ പറഞ്ഞ് നല്ല ഫീൽ ചെയ്യുന്നു. പക്ഷെ അവൾക്കറിയില്ലല്ലോ അവളുടെ സന്തോഷം അവളെ വിട്ടു പോയതിന് കാരണമേ ഈ നന്ദിനിയാണെന്ന്. ഉടനെ നന്ദിനിക്ക് ഗിൽറ്റി ആയിട്ടിരുന്നാലും അവളത് മുഖത്ത് കാണിക്കുന്നില്ല, നോർമലായിട്ട് തന്നെ സംസാരിക്കുന്നു. ഇങ്ങ് നോക്കും മൗലി, എനിക്ക് തോന്നുന്നത് ഉടാലിന് എന്തെങ്കിലും ടെൻഷൻ കാണും. ചിലപ്പോൾ അത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. അതൊക്കെ ശരിയാക്കിയിട്ട് അവൻ നിൻ്റെ അടുത്ത് പഴയ പോലെ തന്നെ വരും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും മൗലി, അവൻ പഴയ പോലെയല്ലേ, നിന്നെ നന്നായിട്ട് നോക്കിക്കോ, എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ് മൗലി, ഞാൻ നിനക്ക് പോയി ഫുഡ് എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട നന്ദിനി, നിൻ്റെ കൂടെ സംസാരിക്കണം, അതിനാണ് ഞാനിവിടെ വന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഗുഡാലിനെ വീഡിയോ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നു. നന്ദിനിയെ അവനെ ഓർക്കാതിരിക്കുമ്പോൾ നമ്മുടെ മൗലി തന്നെ അവളെ വീണ്ടും അതൊക്കെ ഓർമ്മിപ്പിച്ച് വിടുന്നു. ഉടനെ കോൾ ചെയ്യുന്നു. ഗുഡാലാണെങ്കിൽ കാറിൽ പോയിട്ടിരിക്കുകയാണ്. ഗുഡാൽ, നിനക്കറിയാമോ ഞാനിപ്പോൾ എവിടെയാണെന്ന്? നീ പറ നോക്കട്ടെ എന്നവൾ പറയുമ്പോൾ, നീ എവിടെ പോകാനാ, നീ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത് എന്നവൻ ചോദിക്കുന്നു. അതൊന്നല്ല, ഞാൻ നല്ല വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്, നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നന്ദിനിയെ കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് ഗുണാൻ എന്തോ പോലെ ആവുന്നു. നന്ദിനിയോ എന്ന് വിചാരിച്ച് ഒരുമാതിരി അവളെ തന്നെ നോക്കിയിട്ടിരിക്കുന്നു. അവനൊന്നും പറയാനും പറ്റുന്നില്ല, എന്ത് പറയണമെന്നും അവനറിയില്ല. അങ്ങനെ അവൻ സൈലൻ്റ് ആയിരിക്കുന്നു. ഗുണ, എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനിവിടെ നന്ദിനിയുടെ കൂടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നീയാണെ ഒന്നും പറയാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്ന് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, മൗലി എനിക്കൊരു അർജൻറ്റ് വർക്കുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നു. അപ്പം മൗലിയും പറയാണ്, നന്ദിനി എനിക്ക് സമയമായി, ഹോസ്പിറ്റലിൽ കുറേ വർക്കുണ്ട്, ഞാൻ നിന്നെ പിന്നെ വന്ന് കാണാം, ഞാൻ ഇപ്പോൾ പോട്ടെ എന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഗുണാലിനെയാണ് കാണിക്കുന്നത്. അവൻ എവിടെ നോക്കിയാലും ആരെ നോക്കിയാലും അതൊക്കെ നന്ദിനിയായിട്ടാണ് അവന് തോന്നുന്നത്. എവിടെ നോക്കിയാലും നന്ദിനി ആലോചിച്ച് അവന് ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരവസ്ഥ വരെ വന്നിരിക്കുന്നു. എന്താവോ എന്തോ. ഇവിടെ നന്ദിനിയാണ് കാണിക്കുന്നത്. അവളൊരു തൂണിൽ ചാഞ്ഞ് ഇരുന്ന് നല്ല ഫീൽ ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ എന്താ ഇപ്പം ചെയ്യുക? ഞാനിപ്പോൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെയൊക്കെ? അവിടേക്ക് അവളുടെ ദുഷ്ട മനസാക്ഷി വരുന്നു. എങ്ങും നോക്ക് നന്ദിനി, നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? നിൻ്റെ ലൈഫ് ഗോഡ് തന്ന ഗിഫ്റ്റാണ് ഗുണാൻ. അവനെ നീ വിട്ട് കളഞ്ഞാൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണത്. അവനെ പോലെ നിന്നെ മനസ്സിലാക്കുന്ന, നിൻ്റെ ഇഷ്ടങ്ങൾ അറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അതേപോലെ ഒരാളെ നിനക്ക് ഇനി കിട്ടുമോ? എനിക്കറിയാം, അവനും നിന്നോട് ഫീലിങ്സ് ഉണ്ട്, അതുപോലെ നിനക്കും അവനോട് തിരിച്ച് ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ച് കല്യാണം കഴിച്ച് നിനക്ക് ഹാപ്പി ആയിട്ടിരുന്നൂടെ എന്നൊക്കെ വളരെ മോശമായിട്ട് ഉപദേശിക്കുന്നു. ഇവൾക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. അതുപോലെ ആ മനസ്സാക്ഷിയെ തന്നെ അങ്ങനെ നോക്കിയിട്ടിരിക്കുന്നു. അപ്പം അവിടേക്ക് ഒരു നല്ല മനസ്സാക്ഷി വരുന്നു. ഇങ്ങ് നോക്ക് നന്ദിനി, ഇവൾ പറയുന്നത് നീ കേൾക്കാതെ, നീ ചെയ്യുന്നത് വലിയ വലിയ തെറ്റാണ്. നിനക്കറിയോ, സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിനെയാണ് നീ പ്രണയിച്ചിട്ടിരിക്കുന്നത്. അതും കൂടാതെ അവനെ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്നു. നിൻ്റെ അടുത്ത് അത്രയും സ്നേഹം വച്ചിരിക്കുന്ന നിൻ്റെ ഫ്രണ്ടിനെ നീ വഞ്ചിക്കുന്നത് പോലെയല്ലേ? നീ അവളുടെ ലൈഫ് വിട്ട് പിരിഞ്ഞ് വാ നന്ദിനി, നല്ല സ്നേഹത്തോടെ ഇരിക്കുന്ന അവളുടെ ലൈഫ് നശിപ്പിക്കരുത് എന്നൊക്കെ നല്ല മനസ്സാക്ഷി പറയുന്നു. ഇവിടെ രണ്ട് മനസ്സാക്ഷി മാറി മാറി വഴക്കിട്ട് കയറിയിരിക്കുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞ് നന്ദിനിയെ പറഞ്ഞു, മതി ഒന്ന് നിർത്ത് എന്നവൾ നിലവിളിക്കുന്നു. എന്നിട്ട് അവൾക്ക് നല്ല സ്ട്രെസ്സാവുന്നു. അവിടെ മനസ്സ് വന്ന് രണ്ട് തോട്ടുണ്ട്. ഒന്ന് ഉടാലിനോട് ജീവിക്കണം, അവൻ്റെ കൂടെ ഇരുന്ന് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, എൻ്റെ ലൈഫ് കളറാകും. രണ്ടാമത്തേത് മൗലിക്ക് ഞാൻ ദ്രോഹം ചെയ്യുന്നതല്ല,
ഞാൻ എങ്ങനെ അവരുടെ ലൈഫിനെ ഇല്ലാതാക്കും, ഞാൻ വിശ്വാസവഞ്ചനയല്ലേ കാണിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ രണ്ട് തോട്ടിൻ്റെയും നടുക്കാണ് നന്ദിനി നിൽക്കുന്നത്. അവൾക്ക് ഗുണാലിനെ വേണം, ബട്ട് മൗലിയെ പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത പാർട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ അടുത്ത പാർട്ട് വരെ വെയിറ്റ് ചെയ്യണേ. ഈ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. ബൈ.